ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് 8ാമത്തെ നോമ്പാണല്ലേ. മാഷാല്ലാ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് പൊക്കാവട ഉണ്ട്, ബിരിയാണി ഉണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് കാര്യമായിട്ട് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, സാധാരണയുള്ള ഐറ്റം. ബിരിയാണിക്ക് ഉള്ളി അരിഞ്ഞപ്പോൾ കുറച്ച് എക്സ്ട്രാ ഉണ്ടായപ്പോൾ പൊക്കാവട ഉണ്ടാക്കി. അപ്പോൾ നോമ്പറക്കാൻ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ജ്യൂസും കൂടെ അടിക്കുന്നുണ്ട്. നല്ല ജ്യൂസ്, അത് അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസാണ് കേട്ടോ. നിങ്ങൾ തയ്യാറാക്കി നോക്കണേ. റോബസ്റ്റ് ഉണ്ടല്ലോ, പഴുത്ത റോബസ്റ്റ്, പിന്നെ നല്ല കട്ടപ്പാല്, ആവശ്യത്തിന് പഞ്ചസാര, ഒരു ഏലക്കായ, ഒറ്റ ഒരു ഏലക്കായ മതിട്ട്, കൂടുതൽ ഫ്ലേവർ ആവണ്ട, ഒരു ഏലക്കായ, പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് ഉണ്ടല്ലോ, കുറച്ച് ബൂസ്റ്റ്, അതായത് നമ്മുടെ ആ പാക്കറ്റ് ജ്യൂസ് ബൂസ്റ്റ് ഉണ്ടല്ലോ, ആ ബൂസ്റ്റിൻ്റെ ഒരു പൊടി, എന്നിട്ടത് അടിക്കുക. കുറച്ച് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അടിക്കട്ടെ. ഏലക്കായ ഒന്നും മതിയെ, കൂടുതലാവണ്ട. എന്നിട്ട് നന്നായിട്ട് അടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളത് ജ്യൂസ് അടിക്കുന്നതും നമ്മൾ നോമ്പ് തുറക്കണ കുറച്ച് സമയം മുന്നേ അടിച്ചാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, റോബസ്റ്റിൻ്റെ ആ ഒരു പച്ച കുത്തലുണ്ടാവില്ല, അത് കാണും. ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യും. പിന്നെ നമ്മൾ നോമ്പൊക്കെ പറഞ്ഞ് നിസ്കരിച്ച ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ചിക്കൻ ബിരിയാണി, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, തൈരുണ്ടായിരുന്നു, പപ്പടം. ഏതായാലും അടിപൊളിയായി. താങ്ക് യു. അങ്ങനെ നമ്മൾ 8 നോമ്പും റാഹത്തായിട്ട്